203 ആണ് നമ്മുടെ റൂം. അടിപൊളി രണ്ട് പെയിന്റിങ്സ്, ഒരു ഫ്രഷ് ഫീൽ ഉണ്ട്. അതെ. ആൻഡ് ഫസ്റ്റ് നമുക്കൊരു അടിപൊളി വലിയൊരു മിററുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ കാണാം അല്ലേ? അതെ, നൈസ് ആയിട്ടുണ്ട്. ഇനി ഒരുങ്ങിയിട്ട് തിരിഞ്ഞ് നമുക്കിവിടെ ഒരു ഇങ്ങനെ നോക്കുമ്പോൾ കാട് മീൻസ് അവരുടെ തോട്ടം. ഇത് മുഴുവൻ തോട്ടമാണ് അവരുടെ. ഏലം, കുരുമുളക് തുടങ്ങിയ പല പല കൃഷിയാണ് ഇവിടെ. മാത്രമല്ല ഇവിടെ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു കാടിൻ്റെ ഒരു സൗണ്ടും ഒരു വൈബും. അത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു സ്പേസ് പോലെ പറയാം. ഇവിടെ നമുക്ക് അവർ കുറേ കോംപ്ലിമെന്ററി ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും സൂപ്പർ സാധനം ഇതാ, നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു എസ്തെറ്റിക് ലുക്ക്. വേറൊന്നുമല്ല, ചായപ്പൊടി, ബ്രൂ, പഞ്ചസാര അങ്ങനത്തെ ഐറ്റംസ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇതൊക്കെ ഫ്രിഡ്ജ്, ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട് ഇവിടെ. ഫ്രിഡ്ജ് തുറക്കുമ്പോൾ മിറിൻഡ, പെപ്സി, ജ്യൂസ്, അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. ഫ്രിഡ്ജ് അടയ്ക്കാം. ഇത് അടുത്തൊരു പെയിന്റിങ്സ്. അത് കഴിഞ്ഞ് വരുമ്പോൾ സ്ലിപ്പേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. സ്ലിപ്പറൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബെഡ്, ഒരു വിശാലമായൊരു റൂമും അതിനൊത്ത നടുക്കൊരു ബെഡും. ബെഡ് തുറന്ന് ബെഡിന്റെ നേരെ ഫ്രണ്ടിലായിട്ട് അടുത്തൊരു ബാൽക്കണി വ്യൂ. ഫ്രണ്ട് വരുന്നത് അവരുടെ ഒരു കുളമാണ്. ബാൽക്കണി തുറന്നു വരുമ്പോൾ 2 ചെയർ, ഒരു ടേബിൾ, പ്ലസ് അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഒരു അടിപൊളി വലിയ കുളം. ഈ കുളത്തിൽ നമുക്ക് ഫിഷിങ്ങിനൊക്കെ പോവാം. അവിടെ ഒരു ഫാമിലി ഇന്ന് ഫിഷിങ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരമായി അവർ തുടങ്ങിയിട്ട്. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി ആയിട്ടാണ് ഫിഷിങ്. വലിയ മീനൊക്കെയാണ് ഉള്ളത്. വലിയ മീനൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഫിഷിങ് കഴിഞ്ഞിട്ട് നമ്മൾ ആ പിടിക്കുന്ന മീൻ ഇവിടെ കൊണ്ട് റെസ്റ്റോറൻറ്റിൽ കൊടുത്ത് അവർ തന്നെ അത് കട്ട് ചെയ്തിട്ട് നമ്മൾ പറയുന്ന പോലെ അവരത് പ്രിപ്പയർ ചെയ്ത്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു 20 ഏക്കറിന് ആണിത് ചുറ്റും. 20 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്ന് വന്നൊന്ന് ഫ്രഷായി കഴിച്ചതേ ഉള്ളൂ. ഇനി വേണം എല്ലാം ഒന്ന് നടന്ന് കാണാൻ. കാണാനായിട്ട് നമുക്കൊരു അടിപൊളി ചെയറും ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പെയിന്റിങ്സ്, ഇവരുടെ റൂമിലെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഇത്രയും പെയിന്റിങ്സ് ആണ്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. ഒരു ഇത് നമ്മുടെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഒരു ലോക്കർ ഉണ്ട്, സേഫ് ലോക്കർ ഉണ്ട്, ഹെയർ ഡ്രയർ, അങ്ങനത്തെ കുറെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ്. മെയിൻ ഹൈലൈറ്റ് തുറന്നോ? ബാത്റൂമിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറയാൻ കാര്യം, അതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. വലിയൊരു സ്പേസ്, കുളിക്കാൻ അങ്ങനെയുള്ള അടിപൊളി സാധനങ്ങളെല്ലാം. പിന്നെ ഇവിടെ വരുമ്പോൾ വാഷ് ബേസിൻ, മിറർ, വലിയൊരു മിറർ. മെയിൻ അട്രാക്ഷൻ ബാത്ടബ്. ഈ ബാത്റൂമിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ സംഭവമാണ്. ശരിക്കും ഇത് കണ്ടിട്ടാണ് നമ്മളിത് ബുക്ക് ചെയ്തത് അല്ലേ? അങ്ങനെയും പറയാം. ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. ശരണ്യെ കുളിക്കാൻ വേണ്ടി മാത്രമാണ് വന്നതെന്ന് തോന്നുന്നു. എനിക്കിത് ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് അത് വേണമെങ്കിൽ പൊക്കിക്കും. കുളിച്ചുകൊണ്ട് കാഴ്ചകൾ കാണാം. നല്ലൊരു വ്യൂ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത്.